നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ അച്ഛനോട് ചോദിക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ മിൽക്കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പച്ചക്കറി കട. ഓക്കെ, ആ പച്ചക്കറി കടയിലേക്ക് നമ്മൾ പോവാണ് സാധനം മേടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് പച്ചക്കറി കടയിലേക്ക് സാധനം മേടിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? പച്ചക്കറിന്റെ പേര് അറിഞ്ഞിരിക്കണം, പിന്നെ എങ്ങനെയൊക്കെയാണ് അത് വാങ്ങിക്കുക, എന്തൊക്കെയാണ് ചോദിക്കുക, അല്ലെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാവരും ഒരുവിധം മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നതാണ്. അപ്പോൾ ഈ വക സാധനങ്ങളുടെ ഒക്കെ പേര് നമുക്കറിയണം, എങ്ങനെയാണത് ചോദിക്കുക, വാങ്ങിക്കുക എന്നൊക്കെ നമുക്കറിയണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ മിൽക്കുട്ടി ഇതാ മാർക്കറ്റിലേക്ക് പോവാണ് പച്ചക്കറി മേടിക്കാനായിട്ട്. മിൽക്കുട്ടി ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പൊ പോകുമ്പോ നേരെ കടയിൽ ഒരാളുണ്ട്. ഓക്കെ, ആ ആളുടെ അടുത്തേക്ക് നേരെ ചെല്ലുകയാണ്. ആ ആള് കാണുമ്പോ തന്നെ ഏതൊരാളും നമ്മളൊരു കടയിലേക്ക് കയറി ചെല്ലുമ്പോ പകലാണ് നമ്മൾ ചെല്ലുന്നത്, രാവിലെ. അപ്പോ അയാൾ എന്തായിരിക്കും ആദ്യം പറയാ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് അല്ലേ, ഗുഡ് മോർണിംഗ് മാം എന്ന് പറയും, അല്ലെങ്കിൽ മാഡം എന്ന് പറയും അല്ലെ. നമ്മളെ കാണുമ്പോൾ നമ്മള് സ്ത്രീകൾ വിളിക്കുന്നത് മാം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കാം. അതൊരിക്കലും ഒരു എന്താ പറയാ, ഒരു ടീച്ചർ ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മാം എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും പറയാം ഇന്ന മാം ഒന്നും വിളിക്കണ്ട. അത് ആക്ച്വലി ടീച്ചറിനെ വിളിക്കുന്നതെന്നല്ല, നമ്മൾ സ്ത്രീകൾക്ക് സാർ എന്ന് വിളിക്കുന്നത് പോലെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്കാണ് മാം എന്നും മാഡം എന്നും. അത് നമുക്ക് ആരെയും വിളിക്കാം, ടീച്ചർ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളൊരാളെ വിളിക്കുമ്പോൾ മാം, മാഡം എന്ന് വിളിക്കുക സ്ത്രീകളെ വിളിക്കുമ്പോൾ. അതേപോലെ ഒരു പുരുഷനെ വിളിക്കുകയാണെങ്കിൽ സർ എന്ന് വിളിച്ചിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യാം. ഓക്കെ, അപ്പൊ അയാൾ നമ്മളോട് എന്ത് പറഞ്ഞു? ഗുഡ് മോർണിംഗ് മാം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ പച്ചക്കറി കടയിലേക്ക് എന്തിനാവും ചെല്ലുന്നുണ്ടാവുക? പച്ചക്കറി മേടിക്കാനാണ് അല്ലെ. അവിടെ ഫ്രൂട്ട്സും ഉണ്ട്, പച്ചക്കറി ഉണ്ട്. അപ്പൊ നമുക്ക് പച്ചക്കറി മേടിക്കണം, ഫ്രൂട്ട്സും മേടിക്കണം. അങ്ങനെയാണ് നമ്മൾ അവിടെ ചെന്നത്. ചെല്ലുമ്പോ അയാള് നമ്മളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പൊ നമ്മൾ തിരിച്ചെന്ത് പറയും? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അല്ലല്ല, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. സാറിന് വിളിക്കണ്ട, അയാള് പച്ചക്കറി വിൽക്കുന്ന ആളല്ലേ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അയാളെ പേര് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ വാട്ട്സ് യുവർ നെയിം? അപ്പൊ അയാൾ പറയണം എന്റെ പേര് ബാബു എന്നാണ്. മൈ നെയിം ഈസ് ബാബു. പക്ഷെ ഞാനല്ല, അയാളാണ് പറയുന്നത്. നമ്മുടെ പേര് എന്തായാലും അവരിങ്ങോട്ട് ചോദിക്കില്ല, നമുക്ക് അവരുടെ പേര് ചോദിക്കാം. മേ ഐ നോ യുവർ നെയിം എന്നോ അല്ലെങ്കിൽ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചിട്ട് അപ്പൊ അയാൾ പേര് പറയും. മൈ നെയിം ഈസ് ബാബു എന്ന് പറഞ്ഞു. അപ്പോ നീ ചോദിക്കുകയാണ്, അല്ല അപ്പൊ അയാള് കൂട്ടത്തിൽ തന്നെ പറയാണ് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. ഈ രണ്ട് ചോദ്യം കടക്കാർ ചോദിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നെങ്ങനെ ചോദിക്കുക? എങ്ങനെ? ഹൗ മേ ഐ ഹെൽപ് യു? ഹൗ നിർത്തിയിട്ട് പറയാം, അപ്പോഴേ കിട്ടുള്ളൂ. ഹൗ മേ ഐ ഹെൽപ് യു? ഹൗ മേ ഐ ഹെൽപ് യു അല്ലെങ്കിൽ ഹൗ മേ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടില്ല. ഹൗ മേ ഐ ഹെൽപ് യു, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടത്, താങ്കൾക്ക് എന്താണ് വേണ്ടത്, ഇതൊക്കെ നമ്മൾ ഒറ്റ വാക്കുള്ളൂ വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കും. അത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയും ഞാനിവിടെ എത്തിയത് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും മേടിക്കാനാണ്. പച്ചക്കറി ഫ്രൂട്ട്സും മേടിക്കാനാണ്. അപ്പൊ ഞാനിവിടെ എത്തി എന്ന് പറയണം ആദ്യം. I reached here to buy fruits and vegetables. I reached here to buy some fruits and vegetables. ഞാനിവിടെ എത്തിയിരിക്കുന്നത് കുറച്ച് പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സും മേടിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നമ്മൾ അയാളുടെ കടയിലേക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കാൻ ചെന്നതാണ് അല്ലെ. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പച്ചക്കറിയാ വേണ്ടത്? ഏത് പച്ചക്കറിയാന്നുള്ളത് ഇംഗ്ലീഷിൽ ചോദിക്കാറില്ല. എന്ത് പച്ചക്കറി, എന്തൊക്കെ പച്ചക്കറിയാ വേണ്ടതെന്നുള്ളത്. പച്ചക്കറി, പച്ചക്കറിക്ക് എന്താ പറയാ? വാട്ട് വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണ്ടത്? ഡു യു വാണ്ട്. ചോദ്യം ചോദിക്കുമ്പോ എപ്പോഴും ഡു ഇട്ടിട്ടേ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. യു വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് വേണം എന്നുള്ള ചോദ്യമായിട്ട് വരുമ്പോൾ ഡു യു വാണ്ട് അല്ലെ. വാട്ട് വെജിറ്റബിൾസ് ഡു യു വാണ്ട്, നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ആണ് വേണ്ടത് എന്ന് ചോദിക്കാം. അപ്പൊ നമ്മള് എന്തായാലും വെജിറ്റബിൾസിന്റെ പേരറിയാതെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ മിൽക്കുട്ടിക്ക് ഏതൊക്കെ വെജിറ്റബിൾസിന്റെ പേരറിയാം?
ടൊമാറ്റോ, പൊട്ടാറ്റോ, ഓണിയൻ, ചില്ലി, ബ്രിഞ്ചർ, ബ്രിഞ്ചൽ അല്ല ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ. പിന്നെ കഴിഞ്ഞു അല്ലെ? ഏകദേശം അവിടെ പോയി സ്റ്റക്ക് ആയിട്ട് നിന്നു അല്ലെ? ഇനി നമുക്ക് എന്ത് ഇനി വേണം കുറെ പച്ചക്കറികൾ അല്ലെ? അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കാം അല്ലെ? പിന്നെ പംകിൻ, അത്രേ ഉള്ളൂ. അതാണ്. അപ്പൊ നമുക്ക് ആയിട്ടില്ല. ഇനി ഇതിലേറെ പച്ചക്കറികൾ നമുക്ക് വീണ്ടും മേടിക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഈ അറിയുന്നതും അറിയാത്തതും ഒക്കെ നമുക്ക് പറഞ്ഞിട്ട് പോവാം. കാരണം ഒരു പച്ചക്കറി കടയിൽ അല്ല, അതിന് മുമ്പേ നമുക്ക് ഫുൾ പച്ചക്കറിന്റെയും പേരച്ഛൻ പറഞ്ഞു തരും. അതേപോലെ അതാ ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ പച്ചക്കറിയുടെ പേര് മലയാളവും ഇംഗ്ലീഷും നമുക്ക് പറയാം. ഓക്കെ, വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ കോമന്റ് ബോക്സിൽ അതിന്റെ മലയാളവും ഇംഗ്ലീഷും നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ പറഞ്ഞതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. കാരണം എല്ലാതും ചിലപ്പോൾ നമുക്ക് കവർ ചെയ്തൊന്നും വരില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വാക്ക് അറിയുമെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഇംഗ്ലീഷും മലയാളം കൂടി നിങ്ങൾ കോമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ എല്ലാവർക്കും അതും കൂടി പഠിക്കാൻ പറ്റും അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. തക്കാളി, ടൊമാറ്റോ, കിഴങ്ങ്, പൊട്ടാറ്റോ, ഉള്ളി, ഓണിയൻ. ഇനി ചെറിയ ഉള്ളിക്ക് നമ്മൾ എന്താ പറയാ? സ്മോൾ ഓണിയൻ എന്ന് പറയാം. അതിനങ്ങനെ തന്നെ പറയാം കേട്ടോ. ഇനി വെളുത്തുള്ളിക്ക് എന്താ പറയാ? വെളുത്തുള്ളിയാ? ഗാർലിക് അല്ല. ബ്രിഞ്ചാൾ എന്താണ്? വഴുതനങ്ങയൊക്കെയാണ് നമ്മള് ബ്രിഞ്ചാൾ എന്ന് പറയാം. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഈ വഴുതന ഈ മുട്ടയുടെ ആകൃതിയിലല്ലേ ചിലത്? ചെറിയത് ഒരു മുട്ടയുടെ ആകൃതി, വെള്ള ചെറിയതായിട്ട് മുട്ടയുടെ അതിന് എഗ് പ്ലാന്റ് എന്ന് പറയാം. ഓക്കെ, എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വഴുതന എന്നാണ്. ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാലും വഴുതന എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് വെണ്ടയ്ക്ക അറിയാമോ? ഫിംഗർ ആണ് അല്ലെ? അത് സ്ത്രീകളുടെ വിരലില്ലേ, ഇങ്ങനെ ചൂണ്ട് നീണ്ട വിരലുകള് അല്ലെ? ഒരു നഖമൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടിരിക്കൂലേ? ഇങ്ങനെ നീണ്ടിരിക്കും അല്ലെ? അപ്പൊ ലേഡീസ് ഫിംഗർ എന്നതിന് പറയാം. ലേഡീസ് ഫിംഗർ കേട്ടോ. അതാണ് വെണ്ടയ്ക്ക. അപ്പൊ അതേപോലെ തന്നെ നീണ്ടിരിക്കുന്ന വേറൊരു സാധനം കൂടി ഉണ്ട് പച്ച കളറില്. എന്താ പറയാ? ചില്ലി. എന്ത് ചില്ലി? ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി ഉണ്ട്. ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക്, റെഡ് ചില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുവന്ന മുളക്. ഓക്കെ, അപ്പൊ ഇത്രയും കോമൺ ആയിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇനി ഇഞ്ചിക്ക് എന്താ പറയാ? ജിഞ്ചർ. നമ്മള് ഇഞ്ചി ഇട്ട വെള്ളം കുടിക്കട്ടെ അല്ലെങ്കിൽ ഇഞ്ചിയുടെ ചായ കുടിക്കട്ടെ എന്നൊക്കെ കൂടെ പറയില്ലേ? ജിഞ്ചർ ടീ എന്ന് പറയും അല്ലെ? ഇഞ്ചിയുടെ ചായ അതിന് ജിഞ്ചർ ടീ എന്ന് പറയും. അപ്പൊ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിഞ്ചർ എന്നാണ്. ഇതാണ് നമ്മള് വലിയ ഐറ്റംസുകളൊക്കെ പറയാൻ പോകുന്നത്. എന്താണ്? മത്തങ്ങ, പംകിൻ അല്ലെ? അത് ഫ്രൂട്ട്സ് ആണ്. ഞാൻ ചോദിക്കുന്നതിന് പറഞ്ഞാൽ മതി. മത്തൻ എന്നുള്ളതിന് നമ്മൾ പറയുന്നത് പംകിൻ. ഈ പംകിന്റെ ഉള്ളിൽ എന്താ കളറ്? മഞ്ഞ കളറാണല്ലേ? അപ്പൊ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, യെല്ലോ പംകിൻ. യെല്ലോ ചേർത്തിട്ട് പറയാം, യെല്ലോ പംകിൻ. ആ സെയിം സാധനം തന്നെ നമുക്ക് വേറൊരു സാധനത്തിന്റെ പേരും കൂടി പറയാം. കുമ്പളങ്ങ അല്ലേ? നമ്മളെ കുമ്പളങ്ങ. അത് വെള്ള കളറാണ്. അപ്പൊ അതും ഒരു തരത്തിൽ പംകിൻ തന്നെയാണ്, അതിന്റെ ഉള്ളിൽ വെള്ള കളറാണ്. അപ്പൊ അതിനെ നമ്മൾ വൈറ്റ് പംകിൻ എന്ന് പറയാം. അത് പറയാന്നാണ്. ആക്ച്വലി അതിന്റെ പേര് ആഷ് ഗാർഡ് എന്നാണ്. ആഷ് ഗാർഡ് എന്നാണ്. പക്ഷെ ചില എന്തിനാ അറിയോ? ആ ആഷി പറയുമ്പോ ഈ പൊടി പോലത്തെ ഈ സാധനം ഉണ്ടാവും. പൊടി പോലത്തെ അല്ല, അതിന്റെ പുറമെ ചാരനിറത്തിൽ ഒരു വെള്ള കളർ പൊടി ഉണ്ടാവും. പൊടി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓർത്താൽ മതി, ആഷ് ഗാർഡ് അല്ലെ? ഈ ഗാർഡ് വെച്ചിട്ട് കുറെ വെജിറ്റബിൾസിന്റെ പേരുണ്ട്. അത് നമുക്കിപ്പോ നോക്കാം. ഒക്കെ ഗാർഡ് എന്നാണ് പറയാം. അപ്പൊ ഈ ഗാർഡ് എന്നത് നിങ്ങൾ കോമൺ ആയിട്ട് ഓർത്തിരിക്കുക. അതിന്റെ തൊട്ട് മുമ്പിൽ ഈ പറയുന്ന ചില കോഡുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഇപ്പൊ കുമ്പളങ്ങയാണെങ്കിൽ അത് ചാര നിറത്തിലാണ് കാണുക. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ആഷ് ഗാർഡ് അല്ലെ? ആഷ് ഗാർഡ് എന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് കയ്പുള്ള സാധനമാണ് എന്ത്? കൈപ്പങ്ങ. അതിന് നമ്മള് കയ്പിന് നമ്മൾ ബിറ്റർ എന്നല്ലേ പറയാ? അപ്പൊ ബിറ്റർ ഗാർഡ്. എളുപ്പം കിട്ടിയില്ലേ? ബിറ്റർ ഗാർഡ്. അതേപോലെ തന്നെ നമ്മൾ ഈ പാമ്പിന്റെ പോലെ നീണ്ടിങ്ങനെ ചുരുങ്ങുന്ന സാധനമുണ്ട്, അറിയാമോ? കണ്ടിട്ടുണ്ടോ? പടവലങ്ങ അല്ലേ? അത് പാമ്പിന്റെ പോലെയാണ്. അപ്പൊ അതിനെന്താ പറയാ? സ്നേക്ക് ഗാർഡ്.
ഓക്കെ, അടുത്ത ഗാർഡാണ് സ്നേക്ക് ഗാർഡ് അല്ലേ. ഇനി ബോട്ടിലിന്റെ ആകൃതിയിലുള്ള ഒരു സാധനം ഉണ്ട്. ബോട്ടിൽ മീൻസ് കുപ്പി. കുപ്പിയില്ലേ ബോട്ടില്, അതുപോലെ ഇങ്ങനെ കുപ്പിയുടെ പോലെ ഇങ്ങനെ ഇരിക്കും. അതിനാണ് പറയാ ചെരങ്ങ. മനസ്സിലായില്ലേ? അതിന് ബോട്ടിൽ ഗാർഡ് എന്ന് പറയും. അപ്പൊ ഈ ഗാർഡ് വെച്ചിട്ട് നമുക്ക് കുറെ സംഭവങ്ങൾ പറയാൻ പറ്റും അല്ലെ. ഇനി അതുപോലെ നമ്മളെ ഇതിലെ പാവലില്ലേ, പാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവയ്ക്കല്ലേ, അതിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ഐവി ഗാർഡ്. ഇവിടെ ഒരു വട്ടം നീണ്ടിട്ട് അങ്ങനെ അതിന് ഐവി ഗാർഡ്. അതിപ്പോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ വാക്കുകളില്ല. അതായത് നമ്മള് ഐവി ഗാർഡ് എന്ന് പറയും. ഓക്കെ, ഇനി ചേമ്പില്ലേ, ചേമ്പിന് എന്താ പറയുന്ന അറിയാമോ? കൊളോക്കേഷ്യ എന്ന് പറയും. കൊളോക്കേഷ്യ. ഓക്കെ, ചേമ്പിന് കൊളോക്കേഷ്യ. അങ്ങനെയാണെങ്കിൽ ചേനയ്ക്ക് എന്താ പറയാ? ചേന. കേട്ടിട്ടല്ലോ. ചേനയ്ക്ക് നമ്മള് എലഫന്റ് യാം എന്ന് പറയും. അതിന് നമ്മള് എലഫന്റ് യാം എന്നാ പറയാ. ഓക്കെ, ഈ യാം തന്നെയാണ് നമ്മൾ കാച്ചിലില്ലേ, കാച്ചില് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ നിലത്തൊക്കെ കാണുന്ന വലിയൊരു കിഴങ്ങന്നെ, അതിനും നമ്മൾ യാം എന്ന് തന്നെ പറയും. കാച്ചിൽ. അതിനിപ്പോ എന്താ മലയാളം പറയും? സ്വീറ്റ് അല്ല, അത് സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ്. നമ്മള് പിന്നെ വള്ളികളിലൊക്കെ ഇങ്ങനെ അതന്നെ കുറെ വള്ളി ഉണ്ടാവും. വള്ളീന്റെ താഴത്തുനിന്ന് നേരെ നിലത്തോട്ട് ഉണ്ടാവും. അതിന്റെ ക്യാരറ്റ് പോലെ. അതാണ് മധുരക്കിഴങ്ങായിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ. ഇത് എനിക്കറിയണം, എത്ര പറഞ്ഞുതരാം. പൊട്ടറ്റോ പറഞ്ഞല്ലോ. അല്ല, എന്റെ കൂടെ ഒന്നും കൂടി ഏതാണ്? ക്യാരറ്റ്. അതിന്റെ കൂടെ ക്യാരറ്റ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ വേറൊരു സാധനം ഉണ്ട്. നമ്മള് എല്ലാരും കഴിക്കുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ഇഷ്ടമായിരിക്കും പല ആളുകൾക്കും. പക്ഷെ അതിന്റെ പേര് പറയുമ്പോ തന്നെ നമുക്ക് ഇത് എന്താ സാധനം തോന്നും? കൂർക്കൽ. കൂർക്കൽ കേട്ടിട്ടില്ലേ? കൂർക്കൽ എന്ന് പറഞ്ഞ സാധനം ഒരു മറ്റേ കിഴങ്ങ് പോലെ തന്നെ ഒരു സംഭവം, കറുത്തിട്ട്, എന്നിട്ട് നമ്മളതിന്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മളതിനെ ഉപ്പേരി വെക്കും. കൂർക്ക എന്നൊക്കെ പറയും. അത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അല്ല അച്ചുവിന്റെ അമ്മ എന്നുള്ള സിനിമയില് ഉർവശി എപ്പോഴും കൂർക്കലിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു കഥാപാത്രം. അതൊക്കെ വേറെ. അപ്പൊ ഈ കൂർക്കല് വാങ്ങിക്കാൻ വേണ്ടിട്ട് എപ്പോഴും മാർക്കറ്റിൽ പോകുന്നു, കൂർക്കല് മേടിക്കുന്നു എന്നുള്ളത് ഉർവശിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ഈ കൂർക്കലിന് പറയുന്ന പേരാണ് ചൈനീസ് പൊട്ടറ്റോ. ഓക്കെ, അതൊരു കിഴങ്ങനെയാണ്. അത് ചൈനയിൽ ഉണ്ടായത് കൊണ്ടായിരിക്കും അതിന് അങ്ങനെ പേര് പറയാൻ കാര്യം. ചൈനീസ് പൊട്ടറ്റോ എന്നാണ് കൂർക്കല്. ഓക്കെ, അപ്പൊ അതാണത്. ഇപ്പൊ നമ്മൾ ഏകദേശം എല്ലാം പറഞ്ഞു. ഓക്കെ, ഇനി നമ്മള് മുരിങ്ങക്കോലിന് എന്താ പറയാ? ഡ്രം സ്റ്റിക്ക്. ഡ്രം സ്റ്റിക്ക് എന്നാണ്. ചെണ്ടക്കോല് അല്ലെ, ഡ്രം സ്റ്റിക്ക്. മുരിങ്ങക്കായ എന്ന് പറയും. ബ്രിഞ്ചാള് പറഞ്ഞു. ഇപ്പൊ ഒരു ഇതെല്ലാം പറഞ്ഞില്ലേ നമ്മള്? ഇനി നമുക്ക് നോർമലി ഇംഗ്ലീഷിൽ തന്നെ പറയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതായത് ക്യാരറ്റ്, ബീട്രൂട്ട് അല്ലെ, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ഇതിനൊക്കെ മലയാളത്തിൽ പേരില്ല. ഇംഗ്ലീഷിൽ പേര് തന്നെയാണ് നമ്മൾ മലയാളത്തിലും പറയുന്നത് അല്ലെ. ക്യാപ്സിക്കം, പിന്നെ റാഡിഷ് എന്ന സാധനമുണ്ട്. ഒരു വെളുത്തിട്ടൊരു കിഴങ്ങ്, റാഡിഷ് എന്ന് പറയും. അങ്ങനെ കുറെ സംഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലുള്ള പേര് തന്നെയാണ് നമ്മൾ മലയാളത്തിലും പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരുവിധം സംഭവങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചില്ലേ? ചെറുതായിട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം ഗൈസ്? ഞങ്ങൾ പറയാത്ത വെജിറ്റബിൾസ് കടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരുകളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാ ആളുകൾക്കും അതൊന്ന് പഠിക്കാൻ പറ്റും. കമന്റുകൾ വായിക്കുന്ന സമയത്ത് മലയാളം ആദ്യം എഴുതുക, പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഇംഗ്ലീഷ് എഴുതിയാൽ മാത്രം മതിയില്ല. അതിന്റെ അർത്ഥം അറിയില്ലല്ലോ. അല്ല, അങ്ങനെയല്ല പഠിക്കേണ്ടത്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ആദ്യം മലയാളം എഴുതുക, എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ആണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ, എന്നിട്ടാണ് നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് കിട്ടേണ്ടത്. അപ്പൊ നമുക്കത് വരണമെങ്കിൽ ആദ്യം മലയാളത്തിൽ എഴുതിയിട്ട്, ആദ്യം മലയാളത്തിൽ വായിച്ചിട്ട്, ആദ്യം മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് വരണം. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇംഗ്ലീഷിൽ എഴുതും, ഇംഗ്ലീഷിലാണ് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പൊ ഒരിക്കലും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല.
നമുക്ക് ചിന്തിക്കാനും കഴിയില്ല. അപ്പൊ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. അതങ്ങനെയാണ്, അതാണ് അതിന്റെ റൂള്. ഓക്കെ, അപ്പൊ നമ്മൾ കടയിൽ ചെന്നു, ഇത്രയും സാധനങ്ങളുടെ പേര് ഇപ്പൊ പഠിച്ചല്ലോ. ഓക്കെ, ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടി നോക്കാമല്ലോ പെട്ടെന്ന്. ഫ്രൂട്ട്സിന്റെ പേര് നമുക്ക് അറിയാം അല്ലെ? പഴത്തിന് എന്താ പറയാ? ഞാൻ പറഞ്ഞേരാ, എനിക്ക് അറിയണ ഫ്രൂട്ട്സിന് പൈനാപ്പിൾ, ഗ്രേപ്സ്, പിന്നെ ഓറഞ്ച്, ആപ്പിള്, പൈനാപ്പിള്. റിപ്പീറ്റ് ആയി, അത് മതി അല്ലേ? ഒരുവിധൊക്കെ ആയില്ലേ? ഓറഞ്ച്, മാംഗോ, ബനാന, ആപ്പിൾ, ഗ്രേപ്സ്, ആപ്പിള്, ഓറഞ്ച്. മതി, തീർന്നു. വാട്ടർമെലോൺ, പിന്നെന്താ? തീർന്നാ? മതി. ഇനി ആ കടക്കാരനോട് നമ്മൾ സാധനങ്ങൾ ചോദിക്കണം. ഇപ്പൊ നമുക്ക് ഏകദേശം സാധനങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇപ്പൊ എനിക്ക് 1 കിലോ പൊട്ടറ്റോ വേണം. ഒരു കാര്യമുണ്ട്, ഈ 1 കിലോ 2 കിലോ 3 കിലോ എന്നൊക്കെ പറയുമ്പോ 2 kg 3 kg 1 kg ഹാഫ് kg അങ്ങനെ പറയണം. സംഖ്യ ഇംഗ്ലീഷ് പറയാം, kg വെച്ച് പറയാം അല്ലെ? അപ്പൊ എനിക്ക് 1 കിലോ പൊട്ടറ്റോ വേണം. എങ്ങനെ പറയും? എനിക്ക് 1 kg പൊട്ടറ്റോ. I want 1 kg പൊട്ടറ്റോ അല്ലെ? എനിക്ക് 1 കിലോ പൊട്ടറ്റോ വേണം. 1 കിലോ ഉള്ളി വേണം. I want 1 kg ഓണിയൻ അല്ലെ? ഇനി പുളിക്ക് എന്താ പറയാ? പുളിക്ക് ടാമറിൻഡ് എന്ന് പറയും. ടാമറിൻഡ്, പുളി. ടാമറിൻഡ് കേട്ടോ, ടാമറിൻഡ്. അതേപോലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു പേരാണ് ടർമറിക് പൗഡർ. മഞ്ഞൾപ്പൊടിക്കാണ് നമ്മൾ ടർമറിക് പൗഡർ എന്ന് പറയാം. മഞ്ഞളും പറഞ്ഞിട്ടില്ല. മഞ്ഞളുകൾ പൊടികളല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇനി ഇയാളുടെ സാധനങ്ങൾ ചോദിച്ചാ പോരെ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറയാ? I want 1 kg onion. I want 2 kg potato. I want 3 kg chili. ചില്ലി 3 കിലോ ഒന്നും എന്തായാലും വേണ്ടി വരില്ല. 2 kg 2 kg വേണ്ടി വരില്ല. ഹാഫ് kg. അപ്പൊ ബാക്കി സാധനങ്ങളൊക്കെ പറയാം അല്ലെ? പംകിൻ ഉണ്ട്, ഗാർലിക് ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ I want ഇത്ര kg വെച്ചിട്ട് എല്ലാ സാധനം പറയാം അല്ലെ? അപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ്, അല്ല ഇതൊക്കെ ഇപ്പൊ ഫ്രഷ് ആണോ, ഇത് കേടാണോ, ഫ്രഷ് ആണോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഇതെല്ലാം ഈ പച്ചക്കറികളൊക്കെ ഫ്രഷ് ആണോ എന്ന് ചോദിക്കണം. ഫ്രഷ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഈ പച്ചക്കറികളെല്ലാം ഫ്രഷ് ആണോ? വെജിറ്റബിൾസ് ഫ്രഷ്. ആർ ദിസ് അല്ല, ആർ ദീസ്. ദീസ് എന്ന് പറഞ്ഞാൽ ഇവകൾ എന്നാണ് കേട്ടോ. ഒന്നിൽ കൂടുതലല്ലേ? ഈ പച്ചക്കറികളെല്ലാം ആർ ദീസ് വെജിറ്റബിൾസ് ഫ്രഷ്. ഈ പച്ചക്കറികളെല്ലാം ഫ്രഷ് ആണോ ചോദിക്കാണ്. അപ്പൊ അയാൾ എന്താ ഉത്തരം പറയാ? തീർച്ചയായിട്ടും. ഷുവർ അല്ലെ? ഷുവർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. ഷുവർ, എല്ലാ പച്ചക്കറികളും ഫ്രഷ് ആണ്. ഈ എല്ലാ പച്ചക്കറികളും all these vegetables are fresh. അതിനെ നമ്മൾ ചോദ്യാക്കിയത് are all these vegetables fresh എന്ന് ചോദിച്ചില്ലേ? അത് ഉത്തരാക്കുമ്പോ എന്താവും? all these vegetables are fresh. അപ്പൊ നമ്മളിങ്ങനെ ഒരു വഴുതനങ്ങ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. വഴുതനങ്ങ ഇങ്ങനെ തൊട്ട് നോക്കി. അപ്പൊ വഴുതനങ്ങ ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഈ വഴുതനങ്ങ കേടാണോ എന്ന് ചോദിക്കുകയാണ്. ചോദ്യമാണ്. ചോദ്യമാകുമ്പോ എന്തിലും തുടങ്ങണം. എന്തും ചോദ്യത്തില് വരുമ്പോ എന്താണ് ചോദിക്കുക? ചോദ്യത്തിലാവുമ്പോ അങ്ങനെ തന്നെ വരണം. ചോദ്യമാവുമ്പോ ഈസ് ദിസ് എന്ന് തന്നെ വരണം. അത് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതാണ് എന്നാണ്. ചോദ്യമാണെങ്കിൽ ഈസ് ദിസ് അല്ലെങ്കിൽ ആർ ദീസ് എന്ന് തന്നെ വരണം. ചോദ്യമാണ് അല്ലെ? അപ്പൊ ഇത് കേടാണോ എന്ന് ചോദിക്കൂല നമ്മള്. ഇതിന് കേട് എന്നുള്ളൊരു സംഭവം കേടായി എന്നുള്ളതാണ് സ്പോയിൽഡ് എന്ന് പറയാം. അപ്പൊ ഇത് കേടാണോ എന്ന് എങ്ങനെ ചോദിക്കുക? അത്രേ ഉള്ളൂ. ഈസ് ദിസ് സ്പോയിൽഡ്? ഇത് കേടാണോ? അപ്പൊ അയാൾ പറയും, അല്ലല്ല, അത് കേടല്ല, അത് നല്ലതാണ്, അത് ഫ്രഷ് ആണ്. അല്ലേ? അത് കേടല്ല. ഇറ്റ് ഈസ് നോട്ട് അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് സ്പോയിൽഡ്. അത് കേടല്ല. ദാറ്റ് ഈസ് ഫ്രഷ്. അത് ഫ്രഷ് ആണ് അല്ലെ? കാരണം വഴുതന നമ്മൾ തൊടുമ്പോ സ്വാഭാവികമായിട്ട് ഏത് വഴുതനൊക്കെ തൊട്ടാലും ചെറുതനെ ഞെങ്ങും അല്ലെ? അപ്പൊ നമുക്ക് തോന്നിയതാണത് ഞെങ്ങുന്നുണ്ട് എന്നുള്ളത് അല്ലെ?
അപ്പൊ അതേപോലെ ഇനി നമ്മൾ പച്ചക്കറികളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കേടായതുണ്ടാവാം, പിന്നെ വാടിപ്പോയതുണ്ടാവാം, അല്ലെ? വാടിപ്പോയതൊക്കെ ഉണ്ടാവാം. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ സംശയം തോന്നുന്നത് ഇത് വാടിപ്പോയതാണോ എന്നുള്ളത്. ഒരെണ്ണം കണ്ടപ്പോ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വെണ്ടക്കൊക്കെ പെട്ടെന്ന് വാടിപ്പോകും, അല്ലെ? അപ്പൊ അയാളോട് ചോദിക്കുകയാണ് ഈ വെണ്ടക്കകളൊക്കെ വാടിപ്പോയതാണോ? ഈ വെണ്ടക്കകളൊക്കെ, അതായത് എല്ലാം ചോദ്യമാണ്. ഒന്നിൽ കൂടുതലുണ്ട്. അങ്ങനെ തന്നെ വരണം. വെജിറ്റബിൾസ് അല്ല, വെണ്ടക്ക. വെണ്ടക്കൊക്കെ എന്താ ഇംഗ്ലീഷിൽ പറയാ? ലേഡീസ് ഫിംഗർ. അങ്ങനെ ഒന്നുകൂടി ചോദിച്ചേ. ആർ ദീസ് ലേഡീസ് ഫിംഗേഴ്സ്. വിൽറ്റഡ്. ആർ ദീസ് ലേഡീസ് ഫിംഗേഴ്സ് വിൽറ്റഡ്? ഈ വെണ്ടക്കകളൊക്കെ വാടിപ്പോയതാണോ എന്നാണ്. അല്ല, അത് വാടിപ്പോയതല്ല, അല്ലേ? അവര് സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ വാടിയതാണെങ്കിൽ പോലും അവര് സമ്മതിക്കോ? ഇല്ല, അവര് പറയും ഇല്ല അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അത് അവരങ്ങനെ പറയാം. നമുക്ക് കാണുമ്പോ വാടിയതാന്ന് തോന്നും, അവര് സമ്മതിക്കില്ല. അവരറിയ വാടിക്കൊന്നുമില്ല, നല്ലതാണ്, ഫ്രഷ് ആണ് പറയും, അല്ലേ? അപ്പൊ എന്തായാലും സംഭവം വാടിപ്പോവാന്നുള്ളത് ചോദിക്കുന്നതിന് വിൽറ്റഡ് എന്ന് ചോദിക്കും. ഇതിന് വേറെ വേർഡുകൾ ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന വേർഡുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈ ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു രീതിയിൽ ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണെന്ന് വിചാരിച്ചോളൂ, അതിന് തന്നെ പല രീതിയിലും പല വാക്കുകളും വെച്ചിട്ട് ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിക്കുന്ന രീതിയിലായിരിക്കില്ല വേറെ ആൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ വാക്കുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, നമുക്ക് അതും പഠിക്കാം, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ല് കൊടുക്കാൻ ബില്ല് പറയണമൊക്കെ എല്ലാം കൂടെ 850 രൂപ. 850 രൂപ. 850 രൂപയ്ക്ക് എങ്ങനെ പറയാ? ടോട്ടൽ ബിൽ ഈസ് 850. ടോട്ടൽ ബിൽ ഈസ് 850. ആൻഡ് അപ്പൊ നമ്മൾ ചോദിക്കണം ബില്ല് അടക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോ? ഡു യു ഹാവ് ഗൂഗിൾ പേ? നിങ്ങളുടെ കയ്യിൽ QR കോഡ് ഉണ്ടോ? QR കോഡ്. അപ്പൊ അതിൽ പറയും യെസ് ഐ ഹാവ് ഗൂഗിൾ പേ, എന്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ QR കോഡ് ഉണ്ടോ? അപ്പം ഡു യു എന്തുണ്ടോന്ന് ഒറ്റ ചോദ്യം തന്നെ. QR കോഡ്. ഞാനൊരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഇപ്പോഴത്തെ ഗൈസ്. അത് കഴിഞ്ഞാൽ അടുത്ത സാധനം ചോദിക്കുമ്പോ ഇതുണ്ടോന്ന് ചോദിക്കുമ്പോ അപ്പൊ പിന്നെ ഇങ്ങനെ ആലോചിക്കും ഇതെന്താ, ഇതിനെല്ലാത്തിനും ഉണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യം തന്നെ ഉള്ളൂ. അതിന് വേറെ സെന്റൻസ് കൊണ്ടുവരണ്ട. ഡു യു ഹാവ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടോ? ഡു യു ഹാവ് ഗൂഗിൾ പേ? ഡു യു ഹാവ് QR കോഡ്? അപ്പൊ അതിൽ പറയാം യെസ് ടേക്ക് ഇറ്റ്, അല്ലേ? എടുത്തോളൂ. അതല്ല എടുത്തോളൂ പറഞ്ഞാൽ നമ്മള് സ്കാൻ ചെയ്യാൻ വേണ്ടി എടുത്തോളൂ, അല്ലാതെ QR കോഡ് വന്ന് എനിക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നാട്ടുകാർക്ക് ആർക്കും വേണ്ടിയല്ല QR കോഡ്, അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് എന്ത് ചെയ്യും? QR കോഡ് ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യും, അല്ലെ? കടയിൽ പോയിട്ട് സാധാരണ എല്ലാവരും ചോദിക്കുക എന്താണ്? സ്കാനർ ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെ? അത് ചോദ്യം ചെയ്യല്ല, അല്ലെ? കാരണം എന്താ? സ്കാനർ നമ്മുടെ കയ്യിലാ, നമ്മുടെ ഫോണിലാണ് സ്കാനർ ഉള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് സ്കാൻ ചെയ്യണം. ആക്ച്വലി QR കോഡാണ് അവർ തരുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പോയിട്ട് സ്കാനർ ഉണ്ടോ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെയാണ് സ്കാനർ. നമ്മളവിടെ പോയി ചോദിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ QR കോഡ് ഉണ്ടോ, അതൊന്ന് തരുമോ? നീ എന്തിനാ ചോദിക്കണം? അതല്ലേ? പക്ഷെ എല്ലാവരും തിരിച്ചാ ചോദിക്കുക. അപ്പൊ QR കോഡ് അയാൾ തരുന്നു, നമ്മൾ നേരെ സ്കാൻ ചെയ്യുന്നു, എന്നിട്ട് എന്തെങ്കിലും ബില്ലടയ്ക്കുന്നു. 850 അല്ലെ? അപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാണ്, നിങ്ങൾ ചെക്ക് ചെയ്യൂ. നിങ്ങൾ ചെക്ക് ചെയ്യൂ, അത്രേ ഉള്ളൂ. യു പ്ലീസ് ചെക്ക്, അല്ലെ? ഞാൻ അയച്ചിട്ടുണ്ട്. പ്ലീസ് യു ചെക്ക് അങ്ങനെയും പറയാം. നമുക്കൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പറയണത്. നിങ്ങൾ ചെക്ക് ചെയ്യൂ, ജസ്റ്റ് ആ ചെക്ക് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ചെക്ക് ചെയ്യൂ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ പോകൂ, ആ ജസ്റ്റ് വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി. യു ഗോ, യു സീ ഇറ്റ്, ഇങ്ങനെ. അപ്പൊ യു മേ വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ യു പ്ലീസ് ചെക്ക്, നിങ്ങൾ ചെക്ക് ചെയ്യും. അപ്പൊ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറയണം. ഞാൻ പൈസ അയച്ചിട്ടുണ്ട്. ഐ ഹാവ് സെൻഡ് ദ മണി. ഞാൻ പൈസ അയച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെൻഡ് എന്നുള്ള വാക്കിന്റെ 3 രൂപങ്ങൾ സെൻഡ് തന്നെയാണ്. പക്ഷെ 3 രൂപങ്ങളില്ലേ? പക്ഷെ അവിടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സെൻഡ് SEND ആണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സീഡ് അല്ലേ?
അത് കുറെ വാക്കുകൾ അങ്ങനെ ഉണ്ട്. അതായത് ആദ്യത്തത് സെന്റ് എന്നുള്ളത് ഡിയിലാണ്, രണ്ടാമത്തത് സെന്റ് എന്നുള്ളത് ടി ആണ് വരിക പാസ്റ്റ്, മൂന്നാമത്തതും ഇത് സെന്റ്, അത് സീഡ്, ഇത് സെന്റ്, SEND, N ഉണ്ട് ഇതില് കേട്ടോ. അപ്പൊ SEND സെന്റ്, സെന്റ് പറയുമ്പോ നമ്മള് സെന്റ് തന്നെ പറയും. അപ്പൊ ഐ ഹാവ് സെന്റ്, അപ്പൊ ആ ടി ആണ് എഴുതുക. ഐ ഹാവ് സെന്റ്, ഡി അല്ല എഴുതുക. ഐ ഹാവ് കഴിഞ്ഞിട്ട് വെർബിന്റെ മൂന്നാമത്തെ രൂപം. അപ്പൊ അയാള് ഓക്കെ മാം പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നെങ്ങനെ പറയാന്ന് പറയാ? പൈസ അല്ല, അങ്ങനെയല്ല പറയാ. അത് പാസീവ് വോയിസിലാണ് വരിക. ദ എമൗണ്ട്, പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട്, പൈസ അല്ലേ. ദ എമൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് എന്ന് പറയാം. അത് പാസീവ് വോയിസിലാണ് പറയാം കേട്ടോ. അത് നമുക്ക് പാസീവ് വോയിസ് എടുക്കുമ്പോൾ പറയാം. ദ എമൗണ്ട് അല്ലെങ്കിൽ ദ മണി ഹാസ് ബീൻ ക്രെഡിറ്റഡ്, പൈസ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പോ ഇത്രേ ഉള്ളൂ. നമ്മള് കടയിൽ പോയി സാധനങ്ങൾ മേടിക്കേണ്ട സാധനങ്ങളുടെ പേരൊക്കെ പഠിച്ചു, എങ്ങനെയാണ് മേടിക്കേണ്ടതെന്ന് പഠിച്ചു. നമുക്ക് കടയിൽ പോകുമ്പോ ആകെ ആവശ്യമുള്ളത് 2-3 വാക്കേ ഉള്ളൂ. ഒന്ന് വാണ്ട്, ഒന്ന് നീഡ് അല്ലെ, പിന്നെ ഈ ഇത് ഫ്രഷ് ആണോ കേടാണോ ഇങ്ങനെയുള്ള 1-2 പേരുകളൊക്കെ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഏത് സാധനവും ഏത് കടയിൽ പോയിട്ടും മേടിക്കാം അല്ലെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിലൂടെ ഇവിടെ കാണാം. അതുവരേക്കും